പട്ടേരിപ്പാടുപണ്ടസ്തുതിദശതകം കാഴ്ചവച്ചന്നു കോരിക്കൊട്ടേലല്ലോ കൊടുത്തു കനിവിനൊടവിടുന്ന ആയുരാരോഗ്യ സൗഖ്യം വിട്ടേ പോകാത്തൊരീ ദുർദശയൊടു ശതകം ചൊല്ലുവോനല്ലേ ഞാൻ ഇപ്പട്ടേരിക്കും തരാവൂ ഗതശമനസുഖം സാനുപാതാനുകമ്പം. മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്ന പ്രേംജി അന്തർജനങ്ങളെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതിൽ പ്രധാനി. അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകമാണ് നാൽക്കാലികൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്പട്ടേരിക്കും എന്ന ഒരു കവിത. അതിലെ അവസാനത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. പട്ടേരിപ്പാടു പണ്ടാസ്തുതി ദശശതകം കാഴ്ചവെച്ചന്നു കോരിക്കൊട്ടേലല്ലോ കൊടുത്തു കനിവിനൊടവിടുന്ന ആയുരാരോഗ്യ സൗഖ്യം. നാരായണീയമാണ് പറയുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി താങ്കൾക്ക് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ഒരു സ്തുതി ദശശതകം 1000 ശ്ലോകം എഴുതി തന്നപ്പോഴത്തേക്കും കോരിക്കൊട്ടേലാണ്, അതായത് ഒരു കണക്കുമില്ലാതെ ഒരളവും ഇല്ലാതെയാണ് ആയുരാരോഗ്യ സൗഖ്യം കൊടുത്തത് എന്നാണ് പറയുന്നത്. വിട്ടേ പോകാത്തൊരു ദുർദശയോടു ശതകം ചൊല്ലിയോനല്ലി ഞാനും ശതകം 100 ഒക്കെ എഴുതിയിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട് അങ്ങയെപ്പറ്റി. ഈ പട്ടേരിക്കും തരാവൂ ഗതശമന സുഖം സാനുപാതാനുകം. അങ്ങേർക്ക് 1000 കൊടുത്തതിന് 1000 കൊടുത്തതിന് ആനുപാതികമായിട്ട് 10 എനിക്ക് തരണം. അതുകൊണ്ട് അങ്ങനെ തന്നാൽ എനിക്ക് ഈ ഗതശമന സുഖം ഉണ്ടാവും, ഈ അസുഖത്തിന് സുഖമുണ്ടാവും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതിലെ 2 പട്ടേരിപ്പാടുമാരെ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്, ആ 2 പട്ടേരിമാർക്കും അപ്പോൾ പ്രമുഖ ഭക്തനായ ആ പട്ടേരിക്ക് കൊടുത്തതുപോലെ സാനുപാതമായിട്ട് അനുപാതം അനുസരിച്ച് എനിക്കും ഈ പട്ടേരിക്കും തരാവൂ. അപ്പോൾ ആ പട്ടേരിക്ക് കൊടുത്തതുപോലെ ഈ പട്ടേരിക്കും തരാവൂ എന്ന് പറയുമ്പോൾ കവിതയിൽ ഒരു രസം വന്നു. പിന്നെ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാനുപാതാനുകമ്പം എന്നുള്ള പ്രയോഗം. അത് ശങ്കുണ്ണിപ്രാസം എന്ന് പറഞ്ഞൊരു പ്രാസം, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഇത്തരം പ്രാസം അവസാനത്തെ ആ പാദത്തിൽ അനുപ്രാസം ഘടിപ്പിച്ചിട്ടുള്ളതാണ്. സുമഹിത കവിതാധാമമാമഹാനെ കണ്ടൊരാ നീണ്ടരു ദശമവയസി ഞാൻ കണ്ടൊരാ നീണ്ടരൂപം പ്രതിഭ കവിത തൻ പേറ്റു എന്നായി. ഇങ്ങനെ വളരെ സമർത്ഥമായി ആ പ്രാസം കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരാളാണ് പ്രേംജി. ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കവിയും അക്ഷരശ്ലോക വിദഗ്ധനുമായ മധു കുട്ടമ്പേരൂരാണ്.